വേദിയിലിരിക്കുന്ന സംസ്ഥാനത്തിലെ BSSൽ വരുമ്പോഴെല്ലാം ഒരു പുനർജന്മത്തിൻ്റെ പ്രതീതിയാണ്. പുനർജന്മം പല രീതിയിലുണ്ട്. അത് മരിച്ചിട്ട് തന്നെ വേണമെന്നില്ല. ഓരോ കുളിയും പുനർജന്മമാണെന്ന് പറയും. ഇത് ഒരു പുനർജന്മത്തിൻ്റെ സൗഖ്യം തരുന്ന ഒരു സന്ദർഭമാണ്. ഈ പുസ്തകം ഇന്നലെയാണ് കിട്ടിയതെന്ന് ഓണക്കൂർ സാർ പറഞ്ഞു. എനിക്കിപ്പോഴാണ് കിട്ടിയത്. പക്ഷേ PDF എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പോൾ. അത് ഇന്നലെ കിട്ടി. എന്തായാലും ഞാൻ ഇപ്പോഴാണ് അതിലൂടെ കടന്നുപോയത്. ഈ കവിത പ്രസിദ്ധീകരിക്കാൻ BSS കാണിക്കുന്ന ഈ മഹാമനസ്കത എന്ന് തന്നെ പറയട്ടെ, അതിനെ അഭിനന്ദിക്കുവാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കും. കാരണം 80കളിലും 90കളിലും ഒക്കെ ഈ അടുത്ത കാലം വരെയും കവിത പ്രസിദ്ധീകരിക്കാൻ ആരുമില്ല. ഇന്നത്തെ പ്രശസ്തനായ ഒരു കവി 85-86 കാലഘട്ടത്തിൽ കേരളത്തിലെ പ്രശസ്തമായ ഒരു പ്രസാധക ഉടമയോട് തൻ്റെ കവിത ആ വിഖ്യാതമായ പ്രസാധക ശൃംഖലയിലൂടെ പുറത്തിറങ്ങണമെന്ന അമിതമായ അതിമോഹം കൊണ്ട് നേരിൽ കണ്ട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഇവിടെ പറഞ്ഞതുപോലെ ഇല്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ അതിമോഹമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇദ്ദേഹത്തിൻ്റെ അതിമോഹം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, പുസ്തകം ഞാൻ അച്ചടിച്ചു തരാം സാർ, അതിൻ്റെ ചെലവ് ഞാൻ വഹിക്കാം സാർ. അദ്ദേഹം അടുത്ത് പറഞ്ഞ വാചകമാണ് എന്നെ വല്ലാതെ സ്പർശിച്ചത്. ആ കവിയെ സ്പർശിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇപ്പോൾ പ്രസിദ്ധനാണ്. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, പുസ്തകം നിങ്ങൾ അച്ചടിച്ച് തരുമായിരിക്കും, പക്ഷെ അത് വയ്ക്കാൻ എൻ്റെ ഷെൽഫിൽ സ്ഥലം വേണ്ടേ? നിങ്ങളുടെ പുസ്തകം അവിടെ ഇരുന്നു പോവില്ലേ? അങ്ങനെ മാസങ്ങളോളം, വർഷങ്ങളോളം, കാലങ്ങളോളം ഒരു പുസ്തകം വെച്ചുകൊണ്ടിരിക്കാനുള്ള ഷെൽഫ് എനിക്കില്ല സുഹൃത്തെ. ഇത് കേട്ടതിൻ്റെ പേരിലാണ് 93-ൽ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഞാൻ എൻ്റെ പുസ്തകം അച്ചടിച്ചു. അതൊരു അബദ്ധമാണ് എന്ന് എനിക്കിപ്പോഴും തോന്നിയിട്ടില്ല. എന്നെ മാതൃകയാക്കിയിട്ടാണോ എന്നറിഞ്ഞുകൂടാ, ഒരുപാട് പേര് പ്രോവിഡന്റ് ഫണ്ടിൽ ആപ്ലിക്കേഷൻ കൊടുത്തു പിന്നെ പുസ്തകം അച്ചടിക്കാൻ. അങ്ങനെ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്നും അതുപോലെ ഈ സ്വർണ്ണ പണയം സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ കാശ് വാങ്ങി കവിതകൾ പ്രസിദ്ധീകരിച്ച് ആത്മസംതൃപ്തി നേടിക്കൊണ്ടിരുന്ന ഒരു വലിയ കാവ്യപ്രണയികളുടെ സമൂഹത്തിൻ്റെ മുന്നിലാണ് സദ്ഭാവന ട്രസ്റ്റ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കവിതയൊക്കെ ആര് പ്രസിദ്ധീകരിക്കാനാണ്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ കവിതയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു വലിയ ജീവിതമാണ്. ജീവിതം ഒന്നാകെയാണ്. കഥ എഴുതും പോലെ അല്ലല്ലോ, നോവൽ എഴുതും പോലെ അല്ലല്ലോ. പണ്ട് പറയും, ഒരു നോവൽ ആർക്കും എഴുതാം, അയാളുടെ കഥ വെച്ചെഴുതാം. രണ്ടാമത്തെ നോവലും എഴുതാം, മാമൻ്റെ കഥ. അങ്ങനെ 3-4 നോവലുകൾ എഴുതാം. പക്ഷെ കവിത എഴുതുക എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ കവികളെ തട്ടി നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 25ാം വർഷം ആഘോഷിക്കുക. കവികൾ ഇങ്ങനെ കവിതയെ ഒരു ആയുധമാക്കിക്കൊണ്ട് എല്ലാ മീഡിയയിലും ഉണ്ട്. അത്രയും തന്നെ കവികൾക്ക് ശത്രുക്കളുമുണ്ട്. അത് ഈ കവികൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ. അത്രയും ശത്രുക്കളുണ്ട്. കവികളെ വിമർശിക്കുന്ന, ഈ കവിത എഴുതുന്നവരെയൊക്കെ കളിയാക്കുന്ന ശത്രുക്കളുണ്ട്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് യോഗ്യമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരാൾ പറയുകയാണ് ഇയാളൊരു കവിയാണ്, ആളൊരു കവിയാണെന്ന് പറഞ്ഞാൽ തീർന്നു, എല്ലാ അന്തസ്സും പോവും. കാരണം അത് കവിത മോശമായതുകൊണ്ടോ കവികൾ മോശമായതുകൊണ്ടോ അല്ല, കവികളെ ആ മട്ടിൽ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്.
അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്ന മറ്റൊന്നാണ്, ഈ കവിതയ്ക്ക് വേണ്ടി പറഞ്ഞു വന്ന അതാണല്ലോ, കവിതയ്ക്ക് വേണ്ടി ജീവിതം കൊടുക്കുന്ന കവികൾ, ജീവിതം കൊടുത്ത കവികൾ, അവരെ എത്ര പേർ ഓർമ്മിക്കുന്നു? അതാണ് വിഷയം. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. നീലംപേരൂർ മധുസൂദനൻ നായർ എന്നൊരു കവിയുണ്ട്, നല്ല കവിത എഴുതാം. അദ്ദേഹത്തിൻ്റെ എത്ര കവിതകൾ, എത്ര വരികൾ എത്ര പേർക്ക് അറിയാം എന്ന് പറഞ്ഞപ്പോൾ, പലരും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് 2 വരി ചൊല്ലി, മഹാഭാഗ്യം. വിഷ്ണുനാരായണ നമ്പൂതിരി, അങ്ങനെ എത്രയോ എത്രയോ കവികൾ, കരൂർ ശശി, ഇവരുടെയൊക്കെ വരികൾ ഒരാൾക്കും അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ ഒരു ജീവിതം മുഴുവൻ കവിതയ്ക്ക് സമർപ്പിച്ചതിൻ്റെ ഒരു വലിയ തിരിച്ചടിയാണത്. പക്ഷേ നോവൽ എഴുതിയാൽ അങ്ങനെയല്ല, കഥ എഴുതിയാൽ അങ്ങനെയല്ല. കഥ മനസ്സിൽ നിൽക്കും, ആ നോവലിലെ കഥാപാത്രം മനസ്സിൽ നിൽക്കും. ഇപ്പോൾ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് എന്ന് എവിടെയെല്ലാമാണ് പറയുന്നത്. 90 വയസ്സായ ഒരാൾ മരിക്കുമ്പോഴും ചിലർ പറയുകയാണ് മരണം രംഗബോധമില്ലാതെ വന്നിരിക്കുകയാണ്, കോമാളിയാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. MT എഴുതിയതാണ്, എനിക്ക് തോന്നുന്നു മഞ്ഞിലാണെന്ന്. അപ്പോൾ എന്നാൽ കവിതയിലെ 2 വരികൾ മുമ്പ് ഉദ്ധരിക്കുമായിരുന്നു. ഇപ്പോൾ പുതിയ കവികളുടെ വരികളൊക്കെ ഉദ്ധരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ കവിത എഴുതുന്നവരെ കൈയച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സദ്ഭാവന ട്രസ്റ്റിനെ മറ്റൊന്നും കൊണ്ടല്ല, ആത്മാർത്ഥത കൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. കവിതകൾ പിന്നീടും ഒരുപാട് എഴുതിയെങ്കിലും കോടം ഫണ്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പ്രസിദ്ധീകരിച്ചില്ല. സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുമായിരിക്കും. എന്നോടല്ലാതെ 2-3 കൃതികൾ ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഉടനെ കൊടുക്കും. അതുപോലെ തന്നെയാണ് ഈ അവതാരികയുടെ കാര്യം. അവതാരിക തമ്പാൻ സാറും ഓണക്കൂർ സാറും ഒക്കെ നിരുപാധികം നൽകുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് അത്യധികമായ സന്തോഷമാണ് തോന്നുന്നത്. അതെ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തെ ആ പ്രമുഖനായ കവിയുടെ വീട്ടുപടിക്കൽ പാവപ്പെട്ട ഒരു എഴുത്തുകാരൻ കുറേ കവിതകൾ ഒരു സഞ്ചിയിലാക്കി ചെന്ന് ബെല്ലടിച്ചു. കുറേ ബെല്ലടിച്ചപ്പോൾ അദ്ദേഹം ജാലകത്തിൻ്റെ ഒരു പാളി തുറന്ന്, അന്നെങ്കിൽ അരക്കർട്ടനാണ്, അരക്കർട്ടൻ, ഇന്നാണ് ഫുൾ കർട്ടൻ. ഇന്നയുടെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഗ്രൗണ്ട് വരെ കർട്ടൻ ഇട്ടായിരുന്നു, ചിലരുടെ മുടി പോലെ. ഈ ഗ്രൗണ്ടിലും കൂടെ കർട്ടൻ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ അറിഞ്ഞ ഡിസൈനർ കൊണ്ടുവന്നാണ്. പണ്ട് അരക്കർട്ടനാണ്, കാരണം ഇതുപോലെയൊക്കെ വരുന്നവന്മാർ ആരാണെന്ന് നോക്കാൻ വേണ്ടി അരക്കർട്ടൻ. ഈ അരക്കർട്ടനിലൂടെ അദ്ദേഹം വന്ന് നോക്കിയപ്പോൾ ഒരു ഏഭ്യം വന്ന് നിൽക്കുന്നു, ഒരു സഞ്ചിയൊക്കെ ഉണ്ട്. ലക്ഷണം വെച്ച് കവിയാകാനാണ് ചാൻസ്. അപ്പോൾ ഇയാൾ വീണ്ടും അതൊന്നും കാണുന്നില്ല, ബെല്ലടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മര്യാദയില്ലാത്ത ആളാണ്, കവിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ജനലും അര ജനലാണ്. പണ്ട് അര ജനലുണ്ട്. സാധാരണ അടുക്കളയിലൊക്കെയാണ് ഈ അര ജനൽ ഇടുന്നത്, കാക്കയെ ഓട്ടിക്കാനും സ്ത്രീകൾക്ക് സൗകര്യമായിട്ട് നിൽക്കാനും ഒക്കെ ആയിട്ട്. ഇദ്ദേഹം ഈ കവികളെ ഉദ്ദേശിച്ചായിരിക്കും അര ജനൽ തുറന്ന് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം താണു വീണ് തൊഴുത് അദ്ദേഹത്തിൻ്റെ കാല് കിട്ടാത്തതുകൊണ്ട്, അര ജനലായതുകൊണ്ട് കാല് കിട്ടുന്നില്ല, സാഷ്ടാംഗം വീഴാൻ നിവൃത്തിയില്ല. പുള്ളി ചാടി അകത്ത് കയറുന്ന അവസ്ഥയായി. അദ്ദേഹം ചോദിച്ചു, എന്താ 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 3 പ്രാവശ്യം എന്താ എന്ന് ചോദിക്കുന്ന ഒരാളാണ്. എന്താ 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 കവി പറഞ്ഞു, സാർ എൻ്റെ കവിതകൾ കൊണ്ടുവന്നൊരു അവതാരിക എഴുതി തരണം. ഇത് ഇത്രേ പറഞ്ഞോളൂ. തനിക്ക് എങ്ങനെ ധൈര്യം വന്നോളൂ? തൻ്റെ ഈ പീറ കവിതകൾക്ക് ഞാൻ തന്നെ അവതാരിക എഴുതണമെന്ന് ഇവിടെ വന്ന് ചോദിക്കാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോളൂ എന്ന് ചോദിക്കുകയും, മറ്റേ മനുഷ്യൻ എങ്ങനെ പോയെന്ന് അറിഞ്ഞുകൂടാ. മാസങ്ങളോളം അദ്ദേഹം ലീവായിരുന്നെന്നാണ് കേട്ടത്. അതിനുശേഷം അദ്ദേഹം മറ്റൊരു വൈജ്ഞാനിക സാഹിത്യകാരനെ പോയി കണ്ടു. അദ്ദേഹം പക്ഷേ ഫുൾ ഡോറായിരുന്നു, കർട്ടനും ഇല്ലായിരുന്നു. അദ്ദേഹം തുറന്നു, വരൂ വരൂ വരൂ. അദ്ദേഹം 3 പ്രാവശ്യം വരൂ എന്ന് പറയുന്ന ആളാണ്. വരൂ വരൂ വരൂ, ഇരിക്കൂ, എന്താണ് കാര്യം? അദ്ദേഹം പറഞ്ഞു, സാർ എൻ്റെ പറയാമോന്ന് അറിഞ്ഞുകൂടാ. എന്തു പറ്റി? ഞാൻ കൊണ്ടുവന്നു സാർ. എന്ത് കൊണ്ടുവന്നു? പറയാമോന്ന് അറിഞ്ഞുകൂടാ. എന്താണ്? കവിത കൊണ്ടുവന്നു സാർ. എവിടെ? തരൂ 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 എന്ന് പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങിച്ച്, ഞാൻ എന്ത് വേണം? സാർ എനിക്കൊരു അവതാരിക എഴുതി തന്നാൽ പറയാമോന്ന് അറിഞ്ഞുകൂടാ. പിന്നെന്താ, എഴുതി തരാം സാർ, സമയം ഇഷ്ടം പോലെ എടുത്തോളൂ.
ഇല്ല, നിങ്ങൾ ഞായറാഴ്ച വരും. ഞായറാഴ്ച വരികയും അദ്ദേഹം ദീർഘമായ ഒരു അവതാരിക എഴുതി കൊടുക്കുകയും ചെയ്യും. ഇത് പുറത്തറിഞ്ഞത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രകാശനത്തിന് ഞാനും പങ്കെടുത്തു. അപ്പോൾ ഇദ്ദേഹം അത് സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അങ്ങനെ എന്നെ സ്വീകരിച്ച് എനിക്ക് അവതാരിക കൃത്യമായി എഴുതി തന്ന അദ്ദേഹമാണ് ഇതിവിടെ പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹം തന്നെ പ്രകാശനം ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതും അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിൻ്റെ വിശാല മനസ്സിന് മുന്നിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ വീഴുകയാണ് എന്ന് പറഞ്ഞ്, പലരും വീഴുകയാണെന്ന് വാക്കാൽ പറയുള്ളൂ, നേരെ വീണു അദ്ദേഹം. പിന്നെ എഴുന്നേറ്റാണ് ബാക്കി പറഞ്ഞത്. അപ്പം അങ്ങനെയും അവതാരിക എഴുതി കൊടുക്കുന്നവരുണ്ടായിരുന്നു. അവരെയെല്ലാം ഞാൻ ഒരു നിമിഷം ഈ രണ്ടുപേരുടെയും പേര് പറഞ്ഞപ്പോൾ ഓർത്തുപോയി. ശ്രീ KP വസന്തകുമാറിൻ്റെ പുസ്തകം എനിക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പിലാണ് കിട്ടിയതെങ്കിലും ആ പുസ്തകം കുട്ടികൾക്ക് വേണ്ടി രചിക്കപ്പെട്ട പുസ്തകം തന്നെയാണ്. അതിലെ ആനക്കൊമ്പൻ എന്ന കവിത എന്നെ വല്ലാതെ ആകർഷിച്ചു. ആനക്കൊമ്പൻ നടന്നപ്പോൾ ചിരി പൊട്ടി, ആനക്കൊമ്പനെ കളഞ്ഞപ്പോൾ ഹൃദയം പൊട്ടി. ആനക്കൊമ്പൻ്റെ വീട്ടിൽ അനാഥത്വം തളം കെട്ടി. ഈ ക്രൂരത ചെയ്തവർക്ക് എന്ത് കിട്ടി? എത്ര നല്ല കവിതയാണ്! സമൂഹ മനസാക്ഷിയോടുള്ള ഏറ്റവും വലിയ, അവരുടെ മനസാക്ഷിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിലുള്ള ഒരു വിമർശനം. എന്നാൽ കുട്ടികളുടെ മനസ്സിലേക്ക് അത് പകർന്നു കൊടുക്കുകയാണ്. ആനക്കൊമ്പനെ ഒരു കളിപ്പാട്ടം പോലെ, ആനക്കൊമ്പനെ ഒരു ഇഷ്ടഭാജനത്തെ എന്ന പോലെ അവതരിപ്പിക്കുകയാണ്. അതുപോലെ തൈമാവ് എന്ന കവിത, തൈമാവ് എന്ന കവിതയിൽ മാവൊരു സുരസുന്ദരി പോലെ എന്നാണ് പറയുന്നത്. മാവൊരു സൗന്ദര്യമുള്ള വൃക്ഷമാണ് കേട്ടോ, മാവ്. പ്ലാവ് അങ്ങനെയാണ്. പ്ലാവ് പിന്നെ ആള് സ്വയംഭനല്ല, കറയൊക്കെ ഉണ്ട്, ആളത്ര ക്ലിയർ അല്ല. പക്ഷേ മാവ് അങ്ങനെയല്ല. പല വീടുകളുടെയും മുമ്പിൽ മാവിങ്ങനെ പൂത്തുലഞ്ഞ് മണം വീശി കാറ്റിലാടി കളിക്കുന്നു, നാട്ടുമാവിൻ ചില്ലകളാ വീട്ടിനുമീതെ എന്ന് പറയില്ലേ? ആ നാട്ടുമാവിൻ്റെ ചില്ലകളെ തേടി ഇങ്ങനെ പൂത്തുമ്പികൾ വരികയും ഒക്കെ ചെയ്യുന്ന മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യത്തിൻ്റെ ആവിഷ്കാരമാണ് മാവ്. ആ തൈമാവിനെക്കുറിച്ച്, അതെ, ആ തൈമാവിനെക്കുറിച്ച് മനോഹരമായൊരു കവിത. മാവും മാമ്പഴവും ഒരുപോലെയാണ്, ഒരുപോലെ മധുരമുള്ളതാണ് എന്ന് അവസാനിപ്പിക്കുന്ന കവിത. ആ വിധത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് പുതിയ ചിന്തകളെയും, ചിന്തകളുടെ വിത്തുകളെയും, നന്മയെയും സൗഖ്യത്തെയും നമ്മുടെ പ്രകൃതിയുടെ എല്ലാ വർണ്ണങ്ങളെയും ചാലിച്ചു കൊടുക്കുന്ന ഒരു കവിത. അത്തരം കവിതകൾ നിറഞ്ഞ പുലരി എന്ന പേരിലുള്ള പുസ്തകം. പുലരി, കുട്ടികൾ പുലരിയിലാണ്. അവർ പുലരി വിട്ട മധ്യാഹ്നത്തിലേക്കും അതിൻ്റെ അർത്ഥപൂർണമായ സായാഹ്നത്തിലേക്കും എത്തുന്നതിന് മുമ്പ് ലഭിക്കേണ്ട പുലരിയുടെ കാഴ്ചകളെ നൽകുന്ന ഈ പുസ്തകത്തിന് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.